ഇബ്രാഹിം പേടിയോടെ സുലൈമാനെ നോക്കി. എല്ലാം അവസാനിച്ചു പാർകളി. നിന്നെ ഞാൻ എൻ്റെ നല്ല കൂട്ടുകാരനായാണ് കണ്ടത്. ഞാൻ വിചാരിച്ചു നീയും എന്നെ അങ്ങനെ തന്നെയാവും കാണുന്നതെന്ന്. ഇബ്രാഹിം, നിന്നെ ഞാൻ എൻ്റെ സഹോദരനെ പോലെയാണ് സ്നേഹിച്ചത്. പക്ഷെ ഇപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി. ഇൻകാരം, ഇബ്രാഹിം വിളിച്ചു. നിനക്ക് എങ്ങനെ ഇത് എന്നോട് ചെയ്യാനായി ഇബ്രാഹിം? നീ എന്നെ ചതിച്ചു. ഇല്ല ഇൻകാരം, ഞാൻ അങ്ങേ ഒരിക്കലും ചതിച്ചിട്ടില്ല. അങ്ങയെ ചതിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. സുലൈമാൻ തിരിഞ്ഞു നിന്നു. ഇൻകാരം, പറയൂ, ഞാൻ എന്താ ചെയ്തത്? ഇവനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ. എനിക്കിവനെ കാണണ്ട. ഗാർഡ്സ് ഇബ്രാഹിമിനെ വലിച്ചുകൊണ്ട് പോകുന്നു. ഇൻകാരം, ഇൻകാരം, അങ്ങ് പറയുകയാണെങ്കിൽ മരിക്കാൻ പോലും എനിക്ക് പേടിയില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്കറിയണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. ഇബ്രാഹിം വിളിച്ചു പറഞ്ഞു. അള്ളാഹുവിനെ ഓർത്ത് എന്നെ വിട്. അവനെ വിട്ടേക്ക്, സുലൈമാൻ പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് നിനക്കറിയണം നീ എന്ത് തെറ്റാണ് ചെയ്തതെന്നല്ലേ? ഇബ്രാഹിം ഒന്നും മിണ്ടാതെ സുലൈമാനെ നോക്കി. അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ. ഗാർഡ്സ് ഇബ്രാഹിമിനെ വീണ്ടും കൊണ്ടുവന്നിരുത്തി. അവനെ വിട്ടിട്ട് നിങ്ങൾ പൊക്കോ. ഗാർഡ്സ് പോകുന്നു. ഇബ്രാഹിം സുലൈമാനെ നോക്കി. സുലൈമാൻ ഇബ്രാഹിമിനെ ഒന്ന് നോക്കിയിട്ട് ആ ലെറ്റർ എടുത്ത് കാണിച്ചു. ഇബ്രാഹിം തല കുനിച്ചു. സുലൈമാൻ കത്തിയെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു. നീ ഇപ്പോൾ ജീവിക്കുന്ന നരകത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കാൻ പോകുന്നു ഇബ്രാഹിം. സുലൈമാൻ ഒരു കയ്യിൽ കത്തിയും മറ്റേ കയ്യിൽ ഒരു കിഴിയുമായി ഇബ്രാഹിമിനോട് ചോദിക്കുന്നു. നിനക്ക് നരകം വേണോ സ്വർഗം വേണോ? ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. എന്തായാലും നിന്നെ ഈ പാപവിമോചന സ്ഥലത്തിട്ട് നരകിപ്പിക്കുന്നില്ല. ഒന്ന് കത്തിയും മറ്റേത് ഓട്ടോമാൻ എംപയറിൻ്റെ സീലുമാണ്. ഇബ്രാഹിം വിശ്വസിക്കാനാവാതെ സുലൈമാനെ നോക്കുന്നു. പേടിക്കണ്ട, ധൈര്യമായി സെലക്ട് ചെയ്തോ. ഇതിൽ ഞാൻ ഏതെടുക്കണമെന്നാണ് അങ്ങ് പറയുന്നത് ഇൻകാരം? ഇബ്രാഹിം ചോദിച്ചു. അയാൾ കത്തിയിൽ കുത്തി സീൽ അവന് നേരെ നീട്ടി. പീരിപ്പാഷ ഗ്രാൻഡ് വിസിയർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഇബ്രാഹിമിന് വിശ്വസിക്കാനാവുന്നില്ല. ഇൻകാരം, അങ്ങയോടുള്ള എല്ലാ ബഹുമാനത്തോടെയും ചോദിക്കുന്നു. ഇത്രയും വലിയൊരു പദവിക്ക് ഞാൻ ശരിക്കും അർഹനാണോ? പീരിപ്പാഷ ഇവിടെ വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നോട് വളരെ അടുത്ത് നിൽക്കുന്ന വളരെ വിനീതനായ ഒരാളുണ്ട്. അയാൾക്ക് ഞാൻ ഇവിടുത്തെ അധികാരത്തിൻ്റെ സീൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് സീൽ കൊടുക്കുന്നതാവും നല്ലത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? പീരിപ്പാഷ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു. താങ്കളെ ഏറ്റവും നന്നായി സേവിക്കുന്ന അദ്ദേഹത്തിന് ഏറ്റവും അർഹമായ സ്ഥാനം ഇപ്പോൾ ഞാനിരിക്കുന്ന ഗ്രാൻഡ് വിസിയർഷിപ്പാണ് ഇൻകാരം. പീരിപ്പാഷ സീലെടുത്ത് സുലൈമാന് നേരെ നീട്ടി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടമ നന്നായി നിർവഹിച്ചു ഇബ്രാഹിം. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ള സമയമായി. പിന്നെ റോഡസിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം നീ കണ്ടതല്ലേ? ഇബ്രാഹിം ആശ്ചര്യം മാറാതെ തന്നെ പറയുന്നു. എൻ്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും വാർന്നു പോകും വരെ, അവസാന ശ്വാസവും നിലയ്ക്കും വരെ ഞാൻ എൻ്റെ കടമ ഏറ്റവും ആത്മാർത്ഥമായി തന്നെ ചെയ്യും ഇൻകാരം. ഞാൻ ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും വിശ്വസ്തനാവാൻ ശ്രമിക്കും. അതെനിക്കറിയാം ഇബ്രാഹിം. നിന്റെ അവസാന ശ്വാസം വരെ ഈ സീലിന് നിൻ്റേതായിരിക്കും. സുലൈമാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇബ്രാഹിമിന് സന്തോഷമായി. അവൻ അതെടുത്ത് മുത്തം വെച്ചു. എന്നിട്ട് സുലൈമാൻ്റെ വസ്ത്രത്തിൽ മുത്തി. ഹുറം പറഞ്ഞതനുസരിച്ച് ഹരത്തിൽ പാർട്ടി നടക്കുകയായിരുന്നു. പെണ്ണുങ്ങൾ നൃത്തം തുടർന്നു. മാഹിദേവരാൻ ദേഷ്യത്തോടെ നോക്കുന്നു. ഹുറം ചിരിച്ചുകൊണ്ട് നിന്നു. സുംബുലും നിഗാറും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. കുറച്ചു നേരം നോക്കി നിന്ന മാഹിദേവരാൻ പറയുന്നു. പാട്ട് നിർത്ത്. നിങ്ങൾ എന്തിനാ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആര് പറഞ്ഞിട്ടാ ഇതൊക്കെ? ഇതെൻ്റെ തീരുമാനമായിരുന്നു. ഞാനാണ് ഇവരെയെല്ലാം ക്ഷണിച്ചത്. ഞാൻ നിന്നോടല്ല ചോദിച്ചത്. നിന്നോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിഗാർ കാഫ, സുംബുലാഗ. എന്താ സുൽത്താന? സുംബുൽ ചോദിച്ചു. എല്ലാവരോടും ഇവിടുന്ന് പോകാൻ പറ. എൻ്റെ അനുവാദമില്ലാതെ ഇനി ഇവിടെ ഒന്നും നടക്കണ്ട. സുംബുൽ തലയാട്ടി. എന്തെങ്കിലും നടന്നു എന്നറിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല സുംബുലാഗ. സുംബുൽ എന്തു പറയണമെന്നറിയാതെ തലകുലുക്കി. ഗുൽഷ അഹങ്കാരത്തോടെ നിന്നു. മാഹിദേവരൻ ഹുറത്തെ നോക്കി. എല്ലാവരോടും പറയണം ഇത് മാഹിദേവരൻ സുൽത്താനയുടെ ഓർഡറാണെന്ന്. ഹുറം മാഹിദേവരാനെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു. സുംബുലാഗ, നിങ്ങളുടെ സുൽത്താനയ്ക്ക് പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ ഇത് ചെയ്തത് ഹുറം സുൽത്താനയുടെ ഓർഡർ അനുസരിച്ചാണെന്ന്. നീ ഒരു സുൽത്താനയല്ല. നീ നിന്റെ സ്ഥാനം അറിഞ്ഞു പെരുമാറണം. ഖദീജ സുൽത്താന കയറി വരുന്നു. എന്താണിവിടെ? എല്ലാവരും തലകുമ്പിട്ടു. ഖദീജ സുൽത്താൻ ദേഷ്യത്തിൽ നോക്കുന്നു. സുംബുലാഗയ്ക്ക് സന്തോഷമായി. എല്ലാ പെണ്ണുങ്ങളും പുറത്തേക്ക് പോകുന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? പറ. നിങ്ങൾ എപ്പോഴും തമ്മിൽ കണ്ടാൽ ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാ? ദായ ഹാത്തൻ ഒച്ച കേട്ട് ശ്രദ്ധിക്കുന്നു. ഈ സ്ത്രീ ആരോടും ചോദിക്കാതെ ഇവിടെ പാർട്ടി നടത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ. മാഹിദേവരൻ പറഞ്ഞു കഴിയും മുമ്പ് ഹുറം പറയുന്നു. സുൽത്താൻ സുലൈമാൻ വിജയിച്ച് തിരിച്ചെത്തിയത് ആഘോഷിക്കുകയായിരുന്നു ഞങ്ങൾ. ഇതിൽ ആർക്കും ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല. മതി, നിർത്തിക്കോ. നിങ്ങൾക്കെന്താ സമനില തെറ്റിയോ? വാലിദ സുൽത്താനയും ദായ ഹാത്തൂനടുത്തേക്ക് വരുന്നു. എന്തു പറ്റി ദായ? എനിക്കറിയില്ല സുൽത്താന. ഇവിടെ ഇങ്ങനെ പെരുമാറാനാവില്ല. ഇനി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്നത് എനിക്ക് കാണണ്ട. രണ്ടുപേരും നിങ്ങളുടെ ചേംബറിലേക്ക് പോക്കോ. നിങ്ങളുടെ മക്കളെ നന്നായി നോക്ക്. രണ്ടുപേരും കുമ്പിട്ടിട്ട് പോകുന്നു. സുംബുലാഗ, നിഗാർ കാഫ, ഇനി ഇവിടെ ഇതുപോലെ ബഹളം ഉണ്ടാവരുത്. അതുണ്ടായാൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും. സുംബുൽ തലയാട്ടി. ഖദീജ സുൽത്താന അവിടുന്ന് പോകുന്നു. കണ്ടു നിന്ന വാലിദ സുൽത്താനയ്ക്ക് സന്തോഷമായി.
സുലൈമാൻ ഇബ്രാഹിമിനോട് പറയുന്നു. സത്യം പറ ഇബ്രാഹിം, നീ പേടിച്ചു പോയില്ലേ? നീ വിറയ്ക്കുകയായിരുന്നു. ഗാർഡ്സ് എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത് വളരെ റൂഡായിട്ടായിരുന്നു ഇൻക്യാരം. ഞാനാണ് അവരോട് നിന്നെ അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞത്. നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വെച്ചു. സുലൈമാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ രാത്രി ഞാൻ എൻ്റെ മരണം വരെ മറക്കില്ല ഇൻക്യാരം. ഇൻക്യാരം, അങ്ങേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇബ്രാഹിം ചോദിച്ചു. ഇല്ല, നീ പൊക്കോ. ഇബ്രാഹിം പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ സുലൈമാൻ പറയുന്നു. നീ ഈ ലെറ്ററിൻ്റെ കാര്യം മറന്നു ഇബ്രാഹിം. ഇബ്രാഹിം മടിച്ച് അത് വാങ്ങുന്നു. സുലൈമാൻ അത് വിടാതെ ചോദിക്കുന്നു. നീ എന്തിനാ ഇപ്പോൾ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള പാപവിമോചന സ്ഥലത്ത് നിൽക്കുന്നത്? ഇബ്രാഹിം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു. ഞാൻ മഹാനായ ഇറ്റാലിയൻ കവി ഡാൻറ്റെ അലിഗേരിയുടെ ഡിവൈൻ കോമഡി എന്ന കവിത വായിക്കുകയായിരുന്നു. അതിലെ വരികളാണിത്. ഇഷ്ടപ്പെട്ടതുകൊണ്ട് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. നീ എഴുതി കഴിയുമ്പോൾ എനിക്ക് താ, ഞാനും വായിക്കട്ടെ. ഇബ്രാഹിം തല കുമ്പിട്ടിട്ട് പോകുന്നു. പീരിപ്പാഷ മറ്റു പാഷമാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇന്ന് വളരെ ലേറ്റായി. ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഇൻക്യാരവുമായി കണ്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ പീരിപ്പാഷ? അഹമ്മദ് പാഷ ചോദിച്ചു. പീരിപ്പാഷ ഒന്നും മിണ്ടിയില്ല. എന്തു പറ്റി പാഷ, നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? ഫറാദ് പാഷ ചോദിച്ചു. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. സമയമാവുമ്പോൾ പറയാനുള്ളത് ഇൻക്യാരൻ തന്നെ പറഞ്ഞോളൂ. പീരിപ്പാഷ എല്ലാവരെയും നോക്കി കുമ്പിട്ടിട്ട് പോകുന്നു. അഹമ്മദ് പാഷ ഫറാദ് പാഷയോട് പറയുന്നു. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. എന്താ കാര്യം? ഇൻക്യാരൻ പീരിപ്പാഷയെ ഗ്രാൻഡ് വിസിയർ സ്ഥാനത്ത് നിന്ന് മാറ്റി. റോഡസിൽ വെച്ച് സംഭവിച്ചത് കണ്ടതല്ലേ? യുദ്ധഭൂമിയിൽ വെച്ച് അദ്ദേഹം ആ സീൽ മടക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് വളരെ വലിയൊരു തെറ്റാണ്. സുൽത്താൻ സുലൈമാൻ അത് ക്ഷമിച്ചിരിക്കില്ല. കാര്യമറിയാതെ വെറുതെ ഓരോന്ന് പറയണ്ട അഹമ്മദ് പാഷ. ഇൻക്യാരം ഒരിക്കലും പീരിപ്പാഷയോട് അങ്ങനെ ചെയ്യില്ല. ഞാൻ പറഞ്ഞത് സത്യമാണോ സ്വപ്നമാണോ എന്ന് നാളെ കാണാം. തയ്യാറായിരുന്നു. നിങ്ങൾക്ക് മന്ത്രിസഭയിൽ 2ാം സ്ഥാനം കിട്ടും. ഇങ്ങനെയൊന്നും പറയണ്ട അഹമ്മദ് പാഷ. ആരെങ്കിലും കേൾക്കും. എനിക്ക് നന്നായി അറിയാം. നിങ്ങളാണ് ആ സ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായവൻ. ഫറാദ് പാഷ പറഞ്ഞു. നാളെ വളരെ നിർണായകമായൊരു ദിവസമായിരിക്കും. നോക്കിക്കോ. ഖദീജ സുൽത്താന വാലിദ സുൽത്താനയുടെ റൂമിൽ നിന്ന് വെഡ്ഡിംഗ് ഡ്രസ്സ് നോക്കുകയായിരുന്നു. ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഖദീജ സുൽത്താനയെ വാലിദ സുൽത്താന ശ്രദ്ധിക്കുന്നുണ്ട്. ഹരത്തിൽ നടക്കുന്ന വഴക്കോർത്താണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്കെന്താ ഇതൊന്നും നോക്കാനൊരു താല്പര്യമില്ലല്ലോ? എനിക്ക് തലവേദന എടുക്കുന്നു വാലിദ. ഞാൻ ഇതൊക്കെ നാളെ വന്ന് നോക്കാം. ഞാൻ നിന്നെ കണ്ടിരുന്നു. നീ വളരെ ശരിയായ കാര്യമാണ് ചെയ്തത്. അത് കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ 2 സ്ത്രീകളെയും നീ നിർത്തേണ്ടടുത്ത് നിർത്തി. ഖദീജ സുൽത്താൻ ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ നീ ചെന്ന് റെസ്റ്റ് എടുക്കുക. ഇത് നാളെ നോക്കാം. ഖദീജ സുൽത്താന തല കുമ്പിട്ടിട്ട് പോകുന്നു. ഹുറം നിഗാർ കാഫിയോട് പറയുന്നു. എന്ത് രസമുള്ള പാർട്ടിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുകയായിരുന്നു. ആ സ്ത്രീയാണ് എല്ലാം നശിപ്പിച്ചത്. ഇത്രയും പാവമായ ഖദീജ സുൽത്താനയെ പോലും നീ ദേഷ്യം പിടിപ്പിച്ചു. വാലിദ സുൽത്താനയായിരുന്നെങ്കിലോ അവിടെ വന്നത്? എനിക്കത് ഓർക്കാൻ തന്നെ വയ്യ, നിഗാർ പറഞ്ഞു. നീ പറഞ്ഞിട്ടല്ല ഞാനത് ചെയ്തത്, ഹുറം പറഞ്ഞു. നിഗാർ മനസ്സിലാവാത്ത പോലെ നോക്കുന്നു. എല്ലാവരോടും ഫ്രണ്ട്ലി ആയി പെരുമാറണം, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്? അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ടിപ്പോൾ വീണ്ടും ഞാൻ തന്നെ കുറ്റക്കാരിയായോ? നിന്നോട് ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാൻ. മൗനം പാലിക്കേണ്ടടുത്ത് അത് പാലിക്കാൻ പഠിക്കണം. ആ സ്ത്രീ പറയുകയാണ് അവർ ഇവിടുത്തെ സുൽത്താനയാണെന്ന്. ഞാനും ഇവിടുത്തെ സുൽത്താന തന്നെയാണ്. ഇൻക്യാരം അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതല്ലേ ഇവിടുത്തെ നിയമം. ഒരാൾ പറഞ്ഞു എന്ന് വെച്ച് പെട്ടെന്നൊരു ദിവസം നിനക്ക് സുൽത്താന ആവാനൊന്നും പറ്റില്ല, നിഗാർ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. മനസ്സിലാക്കിയേ വേണ്ട, ഹുറം പറഞ്ഞു. ഖദീജ സുൽത്താന ഗുൽഫാമിനോട് പറയുന്നു. ഇബ്രാഹിമിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല ഗുൽഫാം. അവർ അവനെ ഉപദ്രവിക്കുമോ? ഞാൻ കാരണം അവനും പ്രശ്നങ്ങളായല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സുൽത്താന. നിങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ഞാൻ ആ സമയത്ത് അങ്ങോട്ട് പോകരുതായിരുന്നു. മാഹിദേവരാൻ അങ്ങോട്ട് കയറി വരുന്നു. എനിക്കൊരു മനസ്സമാധാനവും കിട്ടുന്നില്ല. എനിക്ക് ഉറങ്ങാനാവുന്നില്ല സുൽത്താന. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വന്നതാണ്. ആ ഹുറം എൻ്റെ തലയിൽ കയറുകയാണ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവുന്നില്ല സുൽത്താന. എനിക്കിവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് മാഹിദേവരാൻ. ഇപ്പോൾ നീ പൊക്കോ, നമുക്ക് നാളെ സംസാരിക്കാം. എന്നോട് ദേഷ്യമൊന്നും തോന്നല്ല സുൽത്താന. നിങ്ങൾ മാത്രമാണ് എൻ്റെ ഒരേ ഒരു ആശ്വാസം, മാഹിദേവരാൻ പറയുന്നു. ശരി, നീ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നീ പൊക്കോ, നമുക്ക് പിന്നെ സംസാരിക്കാം. മാഹിദേവരാൻ ഗുൽഫാമിനെ ഒന്ന് നോക്കി, എന്നിട്ട് പോകുന്നു. മുഹമ്മദ് സലബിക്ക് ചുമ കൂടുന്നു. അയാളുടെ അമ്മ പറയുന്നു. മുഹമ്മദ് മോനെ, നിനക്ക് അസുഖം കൂടുതലാണ്. നമുക്കിത് ബാബയോട് പറഞ്ഞാലോ? ഇപ്പോൾ പറയേണ്ട വാലിദ. എത്ര നാൾ നമുക്കിത് അദ്ദേഹത്തിൽ നിന്ന് മറച്ചു വയ്ക്കാനാവും മോനെ? എൻ്റെ മരണം വരെ. നമ്മളിത് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം ഇൻക്യാരത്തോട് പറയും. ക്ഷയരോഗമുണ്ടെന്നറിഞ്ഞാൽ കല്യാണം വേണ്ടെന്ന് വരെ വയ്ക്കും. അതെനിക്ക് സഹിക്കാനാവില്ല വാലിദ. അതിൽ നല്ല ഞാൻ മരിക്കുന്നതാണ്. പീരിപ്പാഷ അങ്ങോട്ട് കയറി വരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് മോനെ? കുറവുണ്ട് ബാബ. അയാൾക്ക് ചുമ വരുന്നു. ഇബ്രാഹിം ആകെ ഇവിടെ വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഞാൻ ഷെഹസാദ് മുസ്തഫയുടെ ടീച്ചറായി വരുമെന്ന്. പാർഗളി ഇബ്രാഹിം ഇവിടെ വന്നിരുന്നോ? അതെ, ഇന്ന് വന്നിരുന്നു, അയാളുടെ ഭാര്യ പറഞ്ഞു. പീരിപ്പാഷ തലയാട്ടി. ഞാൻ എൻ്റെ ജോലി രാജിവെക്കുകയാണ്.
എനിക്ക് എൻ്റെ ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംഭവിച്ചോ ബാബ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. റോഡസ് യുദ്ധത്തിൻ്റെ സമയത്ത് എനിക്ക് അത്തരമൊരു തീരുമാനം എടുക്കേണ്ടതായി വന്നു. ഇപ്പോൾ അതിനുള്ള സമയമായെന്ന് തോന്നുന്നു. ഖദീജ സുൽത്താനയുമായുള്ള എൻ്റെ വിവാഹകാര്യം എന്താവും? അതെന്താവാനാ? ഞാൻ എൻ്റെ ജോലി രാജിവെക്കുന്നു. അതുമായി ഈ കല്യാണത്തിന് ബന്ധമൊന്നുമില്ല. ഇൻകാരത്തിന് പ്രശ്നമില്ലാത്തിടത്തോളം കാലം ഇതുപോലെ തന്നെ പോകും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. പീരിപ്പാഷ മുഹമ്മദ് സലബിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇബ്രാഹിം തനിക്ക് കിട്ടിയ പുതിയ സ്ഥാനത്തെക്കുറിച്ചോർത്ത് അതിശയിച്ച് നടന്നു വരുന്നു. 10-ാം വയസ്സിൽ യുദ്ധത്തടവുകാരനായി പാർഗയിൽ നിന്നും തുർക്കിയിലേക്കെത്തി. 17-ാം വയസ്സിൽ സുൽത്താൻ സുലൈമാൻ്റെ വേട്ട സഹായിയായി കൂടെ കൂടി. 25-ാം വയസ്സിൽ ബാദുഷ സുൽത്താൻ സുലൈമാൻ്റെ പ്രധാന സഹായിയായി. 28-ാം വയസ്സിൽ ഓട്ടോമാൻ ഭരണത്തിന് കീഴിലെ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. എന്നും സുൽത്താൻ സുലൈമാൻ്റെ സേവകനായി അദ്ദേഹത്തിൻ്റെ പുറകിൽ നടന്നു. തീർച്ചയായും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതോടൊപ്പം ഞാൻ എൻ്റെ മരണത്തിലേക്കും അടുക്കുന്നു എന്ന സത്യം തീർച്ചയായും മനസ്സിലാക്കുന്നു. ഓരോ തവണ സുൽത്താൻ സുലൈമാൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴും ഞാൻ എൻ്റെ മരണത്തെയും കാണുന്നുണ്ട്. ഖദീജ സുൽത്താന ബാൽക്കണിയിൽ വന്ന് നോക്കുന്നു. ഇബ്രാഹിമിന് എന്തു സംഭവിച്ചു എന്നറിയാതെ വിഷമിച്ചു നിന്നു. കുറച്ചു നേരം നോക്കി നിന്നിട്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ഇബ്രാഹിം ബാൽക്കണിയിലേക്ക് വരുന്നു. അവിടെ ഖദീജ സുൽത്താനെ കണ്ട ഇബ്രാഹിമിന് സന്തോഷമായി. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അവിടെ ഇബ്രാഹിമിനെ കണ്ട ഖദീജ സുൽത്താനയ്ക്കും ആശ്വാസമായി. രാവിലെ സുൽത്താൻ സുലൈമാൻ വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് വരുന്നു. രാവിലെ തന്നെ നിന്നെ കണ്ട് എനിക്ക് സന്തോഷമായി മോനെ. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. വാലിദ, ഞാൻ ഇന്നൊരു കൗൺസിൽ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. പീരിപ്പാഷ ഗ്രാൻഡ് വിസിയർഷിപ്പ് രാജിവെച്ചു. അതെയോ? അദ്ദേഹം നിന്റെ ബാബ സുൽത്താൻ സലീം ഖാനെയും സെർവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ വിശ്വസ്തനായൊരു മന്ത്രിയായിരുന്നു. അദ്ദേഹം തന്നെ തുടരുന്നതായിരുന്നു എനിക്ക് താല്പര്യം. എനിക്ക് കുറച്ചുകൂടി ചെറുപ്പക്കാരനായ ധൈര്യശാലിയായ ഒരു പ്രധാനമന്ത്രിയെ വേണമെന്ന് തോന്നി. ഞാൻ അതിനു പറ്റിയ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞു. പാർഗൾ ഇബ്രാഹിം. ഇന്നു മുതൽ അവനാവും എൻ്റെ ഗ്രാൻഡ് വിസിയർ. ഇബ്രാഹിമോ? സുലൈമാൻ തലയാട്ടി. തീർച്ചയായും ഇബ്രാഹിം നല്ലൊരു ഗ്രാൻഡ് വിസിയർ ആയിരിക്കും. പക്ഷെ ഇത്ര വലിയൊരു സ്ഥാനത്തിരിക്കുമ്പോൾ എക്സ്പീരിയൻസ് വളരെ പ്രധാനമാണ്. ഇബ്രാഹിം വർഷങ്ങളായി എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം തന്നെ ഉണ്ട്. അവൻ എല്ലാത്തിനെയും കുറിച്ച് നല്ല ധാരണയുണ്ട്. അതേക്കുറിച്ചോർത്ത് വാലിദ വിഷമിക്കേണ്ട. എല്ലാവർക്കും അവരുടെ കഴിവിനും അർഹതയ്ക്കും അനുസരിച്ചുള്ള സ്ഥാനമാണ് ഞാൻ കൊടുക്കുന്നത്. വാലിദ സുൽത്താന തലയാട്ടി. പാഷമാർ കൗൺസിൽ മീറ്റിങ്ങിന് സുലൈമാനെ കാത്തു നിൽക്കുന്നു. അഹമ്മദ് പാഷ ഇബ്രാഹിമിനടുത്തേക്ക് ചെല്ലുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുമോ പാർഗളെ? അറിയുന്നത് പറയ്. എന്താണെങ്കിലും അത് മീറ്റിങ്ങിൽ അറിയുമല്ലോ പാഷ. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അഹമ്മദ് പാഷ ഒന്നും മിണ്ടിയില്ല. മാഹി ദേവറാൻ സുൽത്താന ഷെഹസാദ് മുസ്തഫയെ ഒരുക്കുന്നു. വാലിദ, എനിക്ക് തലവേദനയാ. ഇന്ന് ക്ലാസ്സിൽ പോകണ്ട. മുസ്തഫ, നീ ഇങ്ങനെ മടി പിടിച്ച് നുണ പറഞ്ഞാൽ നിനക്ക് നല്ലൊരു ബാദിഷയാവാൻ പറ്റില്ല. നല്ല കുട്ടിയായി ക്ലാസ്സിൽ പോയി പഠിച്ചാൽ നീ നല്ലൊരു ബാദിഷയാവും. എൻ്റെ പുതിയ മാഷ് ചിരിക്കില്ല, എപ്പോഴും പഠിപ്പിക്കും. സാരില്ല, സലബി മുഹമ്മദ് ഹോജ അസുഖമെല്ലാം മാറി വേഗം തിരിച്ചു വരും. മാഹി ദേവറാൻ അവനെ കൊണ്ടുപോകുന്നു. പീരിപ്പാഷ കൗൺസിൽ മീറ്റിങ്ങിലേക്ക് വരുന്നു. അഹമ്മദ് പാഷ ഫറദ് പാഷയോട് പറയുന്നു. അദ്ദേഹം വരുന്നത് നോക്ക്. ആകെ വിഷമിച്ച്. ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കൗൺസിൽ മീറ്റിംഗ് ആണ്. ഇങ്ങനെയൊന്നും പറയേണ്ട പാഷ. ക്ഷമിച്ച് നിൽക്ക്. ഞാൻ ക്ഷമിച്ച് തന്നെയാണ് ഇത്രയും കാലവും നിന്നത് പാഷ. ഇന്നു മുതൽ എൻ്റെ യുഗം തുടങ്ങുകയാണ്. ഒരു ഗ്രാൻഡ് വിസിയർ എങ്ങനെയാവണമെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. താൻ വിഷമിക്കേണ്ട. 2ാം സ്ഥാനം തനിക്ക് തന്നെയാവും. അവർ പീരിപ്പാഷയെ കുമ്പിട്ടു. അത് ശരി, നിങ്ങൾ വളരെ ഉദാരമനസ്കനാണല്ലോ പാഷ, ഫറദ് പാഷ പറഞ്ഞു. സുൽത്താൻ സുലൈമാൻ ഖാൻ എഴുന്നള്ളുന്നു. സുലൈമാൻ കയറി വരുന്നു. പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ കൗൺസിൽ മീറ്റിംഗ് ഞാൻ തുടങ്ങുകയാണ്. എല്ലാവരും കുമ്പിട്ടു. പീരിപ്പാഷയുടെ മുഖത്ത് വിഷമം വ്യക്തമായിരുന്നു. സുലൈമാൻ അദ്ദേഹത്തെ ഒന്ന് നോക്കിയിട്ട് സദസ്സിൽ നോക്കി പറയുന്നു. എൻ്റെ പ്രധാന സഹായി ഇബ്രാഹിമിനെ ഞാൻ അകത്തേക്ക് വിളിക്കുന്നു. ഇബ്രാഹിം, കയറി വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കൂ. സുലൈമാൻ വിളിച്ചു. ഇബ്രാഹിം നെർവസായി. പതുക്കെ കയറി ചെല്ലുന്നു. ബെസ്റ്റ്, ഇവൻ ഇവിടെ എന്തിനാ വരുന്നത്? പതുക്കെ പറ പാഷ, ആരെങ്കിലും കേൾക്കും. ഇബ്രാഹിമിനെ കണ്ട പീരിപ്പാഷ ഒരു ദീർഘശ്വാസം എടുത്തു. ഇബ്രാഹിം വന്ന് സുലൈമാനെ കുമ്പിട്ടു. എൻ്റെ പാഷമാരെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. ഗ്രാൻഡ് വിസിയർ പീരി മുഹമ്മദ് പാഷ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആഗ്രഹപ്രകാരം ആ സ്ഥാനം ഒഴിയുകയാണ്. പീരിപ്പാഷ തല കുമ്പിട്ടു. ഇത്ര നാളും അദ്ദേഹം ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിനു വേണ്ടി ചെയ്ത നിസ്വാർത്ഥ സേവനത്തിനും കാണിച്ച വിശ്വസ്തതയ്ക്കും ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഇനി മുതൽ ആ സ്ഥാനത്തിന് അർഹനായ ആൾ. അഹമ്മദ് പാഷ ശ്രദ്ധിച്ചു. എൻ്റെ പ്രധാന സഹായി ഇബ്രാഹിം ആയിരിക്കും. അഹമ്മദ് പാഷ അസ്വസ്ഥനായി. സുലൈമാൻ ചിരിച്ചുകൊണ്ട് ഇബ്രാഹിമിനെ നോക്കുന്നു. ഇബ്രാഹിം പാഷമാരെ നോക്കി. എല്ലാ പാഷമാരും മതപുരോഹിതനും അസ്വസ്ഥരായി കാണപ്പെട്ടു. പീരിപ്പാഷ വിഷമത്തോടെ കുമ്പിട്ടു. സുലൈമാൻ നോക്കിയപ്പോൾ എല്ലാവരും കുമ്പിട്ടു. ഈ വാർത്ത എല്ലായിടത്തും അറിയിക്കണം, സുലൈമാൻ പറഞ്ഞു.
ഇബ്രാഹിം ചെന്ന് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ മുത്തി. സുലൈമാൻ സീൽ ഇബ്രാഹിമിന് കൈമാറി. ഇബ്രാഹിം അതിൽ മുത്തം വെച്ചു. അഹമ്മദ് പാഷ നിരാശയോടെ നോക്കി. ഇബ്രാഹിം പാഷയ്ക്കുള്ള റോബ് കൊണ്ടുവരൂ. ഗാർഡ്സ് റോബ് കൊണ്ടുവന്ന് ഇബ്രാഹിമിനെ അണിയിച്ചു. അഹമ്മദ് പാഷ രൂക്ഷമായി നോക്കുന്നു. സുലൈമാന് സന്തോഷമായിരുന്നു. പീരി പാഷ വിഷമത്തോടെ തലയാട്ടി. സുലൈമാൻ ഇബ്രാഹിമിന് നേരെ കൈനീട്ടി. ഇബ്രാഹിം കയ്യിൽ മുത്തം വെച്ചിട്ട് സുലൈമാനെ നോക്കി. സാദിക വാലിദ സുൽത്താനെ ഒരുങ്ങാൻ സഹായിക്കുകയായിരുന്നു. ഖദീജ സുൽത്താൻ അങ്ങോട്ട് കയറി വരുന്നു. വാലിദ, ഞാൻ ഇന്നലെ കാണിച്ച തുണികൾ നോക്കാൻ വന്നതാണ്. ആ കാര്യം ഞാൻ മറന്നു. വാലിദ സുൽത്താൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് പറയുന്നു. സാദിക, നീ ഇപ്പോൾ പൊക്കോ. സാദിക പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ വാലിദ സുൽത്താന ഖദീജ സുൽത്താനെ അടുത്തേക്കിരുത്തി. എന്നിട്ട് പറയുന്നു, ഇന്ന് രാവിലെ എൻ്റെ മോൻ വന്നിരുന്നു. ഇബ്രാഹിമിനെ കുറിച്ച് പറയാനാണ് വന്നത്. ഖദീജ സുൽത്താൻ ഒന്നും മിണ്ടിയില്ല. ഇബ്രാഹിം ഇനി സുൽത്താൻ സുലൈമാൻ്റെ സഹായിയല്ല. എൻ്റെ മോൻ അവനെ ഈ സാമ്രാജ്യത്തിൻ്റെ ഗ്രാൻഡ് വിസിയറാക്കി. അത് കേട്ട് ഖദീജ സുൽത്താൻ ഞെട്ടിപ്പോയി. സത്യമാണോ? അത് കേട്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. വിശ്വസിക്കാനാവുന്നില്ലല്ലേ? മാഹി ദേവരാൻ അങ്ങോട്ട് കയറി വരുന്നു. അവരെ കുമ്പിട്ടു. ഗുഡ് മോർണിംഗ് വാലിദ. ഗുഡ് മോർണിംഗ് സുൽത്താന. നീ അറിഞ്ഞോ മാഹി ദേവരാൻ? ഇബ്രാഹിം ആകിയാണ് അടുത്ത ഗ്രാൻഡ് വിസിയർ. പീരി പാഷ റിട്ടയർ ചെയ്തു. മാഹി ദേവരാൻ സന്തോഷമായി. വളരെ നല്ല കാര്യമാണ്. ഇബ്രാഹിം ആ സ്ഥാനത്തിന് പറ്റിയ ആളാണ്. ഭരണകാര്യങ്ങളിൽ എല്ലാവർക്കും പെട്ടെന്ന് വളരെ ഇൻട്രസ്റ്റ് ആയല്ലോ. നിങ്ങളും കൗൺസിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമെന്ന് തോന്നുന്നു, വാലിദ സുൽത്താന പറഞ്ഞു. ഖദീജ സുൽത്താനെയും മാഹി ദേവരാൻ സുൽത്താനെയും പരസ്പരം നോക്കി. കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞ് പാഷമാർ പുറത്തേക്കിറങ്ങി. പീരി പാഷ അങ്ങോട്ട് വരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു പീരി പാഷ? വളരെ കഷ്ടമായിപ്പോയി. ഇത് പരമ്പരാഗതമായി നിലനിന്നിരുന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അദ്ദേഹം നിങ്ങളോട് ചെയ്തത് ശരിയായില്ല. അഹമ്മദ് പാഷ, സംഭവിച്ചതെല്ലാം നിയമാനുസൃതം തന്നെയാണ്, പീരി പാഷ പറഞ്ഞു. ഈ കൺവേർട്ടായി വന്നവൻ നിങ്ങളുടെ സ്ഥാനം തട്ടിയെടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടു. എല്ലാവരും കേൾക്കാനായി ഞാൻ പറയുകയാണ്. നമ്മുടെ അവസാന യഥാർത്ഥ ഗ്രാൻഡ് വിസിയർ പീരി മുഹമ്മദ് പാഷയാണ്. ഇപ്പോൾ ആ സ്ഥാനം ഒരു കാവൽക്കാരൻ തട്ടിയെടുത്തിരിക്കുകയാണ്. ഇബ്രാഹിം അത് കേട്ടുകൊണ്ട് നിൽക്കുന്നു. അഹമ്മദ് പാഷ, ഇബ്രാഹിം വിളിച്ചു. അങ്ങോട്ട് കയറി വന്ന് ഇബ്രാഹിം പറയുന്നു, നിങ്ങൾ ആരാണ്? നിങ്ങളും ഈ ഓട്ടോമാൻ രാജവംശത്തിൻ്റെ സേവകൻ മാത്രമാണ്. ആരും ഒന്നും മിണ്ടിയില്ല. നിങ്ങൾ ഇതുവരെ എന്നെക്കുറിച്ച് പറഞ്ഞു നടന്ന എല്ലാം ഞാൻ സഹിച്ചു. ശരിയാണ്, ഞാൻ ഇൻക്യാരത്തിൻ്റെ കാവൽക്കാരനാണ്. യുദ്ധ തടവുകാരനായി അടിമച്ചന്തയിൽ എത്തപ്പെട്ടതാണ്. കൺവേർട്ട് ചെയ്ത് മുസ്ലിമായി വന്നതാണ്. പക്ഷേ ഇനി നിങ്ങൾ വീണ്ടും എന്നെ അപമാനിക്കാനാണ് ഭാവമെങ്കിൽ അത് സുൽത്താൻ സുലൈമാൻ്റെ തീരുമാനത്തെയാണ് നിങ്ങൾ എതിർക്കുന്നത്, ഇബ്രാഹിം പറഞ്ഞു. നീ എന്ത് ചെയ്യും എന്നെ? നിന്നെ ഞാനിവിടുന്ന് ഓടിക്കും. എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ പറയും, അഹമ്മദ് പാഷ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ചെല്ലുന്നു. പീരി പാഷ അയാളെ പിടിച്ചു. നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം ഇവിടെ പറയാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല പാഷ. ഇബ്രാഹിം അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഫറാദ് പാഷ ഇബ്രാഹിമിനെയും പിടിച്ചു. സുൽത്താൻ സുലൈമാൻ അങ്ങോട്ട് വരുന്നു. എല്ലാവരും കുമ്പിട്ട് നിന്നു. സുലൈമാൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പറയുന്നു, പീരി പാഷ, ഇബ്രാഹിം പാഷ, എൻ്റെ കൂടെ വാ. അവർ സുലൈമാൻ്റെ പുറകെ പോകുന്നു. വാലാട്ടിപ്പാട്ടി വാലുമാട്ടി പുറകെ പോകുന്നത് നോക്ക്, അഹമ്മദ് പാഷ ഫറാദ് പാഷയോട് പറയുന്നു. ഫറാദ് പാഷ, തയ്യാറായിരുന്നു. ഇവൻ നമ്മളെ അധികകാലം ഇവിടെ നിർത്തില്ല. ഒന്നില്ലെങ്കിൽ തലവെട്ടും, അല്ലെങ്കിൽ ഇവിടുന്ന് നാട് കടത്തും. ഹുറത്തിൻ്റെ ചേംബറിലേക്ക് നിഗാർ കയറി വരുന്നു. ഹുറം ഹാത്തൂൻ, നിഗാർ വിളിച്ചു. ഹുറം ഹാത്തൂൻ അല്ല നിഗാർ കാഫ, ഹുറം സുൽത്താന. നമ്മൾ തന്നെ അതിന് തുടക്കമിടണം. എന്നാലേ മറ്റുള്ളവരും അങ്ങനെ വിളിക്കൂ. തീർച്ചയായും ഹുറം സുൽത്താന. നിങ്ങളൊരു കാര്യം പറഞ്ഞു ഹുറം സുൽത്താന. എന്ത് കാര്യം? മാഹി ദേവരാൻ എന്തെങ്കിലും ചെയ്തോ? ഇബ്രാഹിം ആകെ ഇനി മുതൽ സുൽത്താൻ സുലൈമാൻ്റെ പ്രധാന സഹായിയല്ല. വളരെ സന്തോഷകരമായ വാർത്ത തന്നെ. ഹുറം ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഇൻക്യാരം അയാളെ ഇവിടുന്ന് ഓടിച്ചോ? ഒരിക്കലുമില്ല. ഇൻക്യാരം അദ്ദേഹത്തെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഗ്രാൻഡ് വിസിയറാക്കി. ഹുറം മനസ്സിലാവാതെ നോക്കുന്നു. എന്നുവെച്ചാൽ ഇനി മുതൽ അദ്ദേഹമാണ് ഇവിടുത്തെ സുൽത്താൻ സുലൈമാന് താഴെയുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വരുന്നത്, ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷ. ഹുറം ഞെട്ടിപ്പോയി. ഗുൽനിഹാലും നിഗാർ കാഫയും അവളെ നോക്കി. സുൽത്താൻ സുലൈമാൻ പീരി പാഷയോട് പറയുന്നു, താങ്കൾ പോകുന്നതിന് മുമ്പ് നമുക്ക് കല്യാണക്കാര്യം ഡിസ്കസ് ചെയ്യണം. തീർച്ചയായും ഇൻക്യാരം, അതെപ്പോൾ വേണമെങ്കിലും ആകാം. അങ്ങേക്ക് എപ്പോഴാണ് സൗകര്യമുണ്ടാവുന്നത്? ഈ ആഴ്ച തന്നെ ഡേറ്റ് തീരുമാനിക്കണം. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. താങ്കൾക്ക് എല്ലാവിധ ആശംസകളും പീരി പാഷ. ഇബ്രാഹിം, നീ പീരി പാഷയുടെ കൂടെ നിൽക്ക്. സുലൈമാൻ മുന്നോട്ട് നടന്നു. ഇബ്രാഹിമും പീരി പാഷയും വേറെ വഴി പോകുന്നു. പീരി പാഷ, നിങ്ങളുടെ അനുഭവ സമ്പത്ത് അപാരമാണ്. എനിക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കിട്ടാൻ ആഗ്രഹമുണ്ട്. ഇബ്രാഹിം പാഷ, നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന റോബ് തീ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിനെ സൂക്ഷിച്ചുപയോഗിച്ചാൽ നിങ്ങൾക്ക് പൊള്ളില്ല. ഒരു ചെറിയ ശ്രദ്ധക്കുറവ് പോലും നിങ്ങളെ പൊള്ളിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. പലപ്പോഴും നിശബ്ദത പാലിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർ പറയുന്നതിനെ ചെവിക്കൊള്ളണം. ഒരു ചെറിയ മിസ്റ്റേക്കിന് പോലും നിങ്ങളുടെ ജീവൻ്റെ വിലയുണ്ട്. അതെപ്പോഴും ഓർമ്മ വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെക്കൊണ്ട് ഈ സ്ഥാനത്തിരിക്കാനാവുന്നില്ല എന്ന് സ്വയം തോന്നുകയാണെങ്കിൽ മടിക്കാതെ സ്വയം ഇത് ത്യജിക്കാൻ തയ്യാറാവണം.
നിങ്ങളെ ബാദ്ഷാ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് കാത്തിരിക്കരുത്. ഇബ്രാഹിം അദ്ദേഹത്തെ കുമ്പിട്ടു. ഹുറം ഷെഹസാദ് മുഹമ്മദിനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഗുൽനിഹാൽ കരയുന്ന മെഹ്റുമ സുൽത്താനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവളെ വേറെ റൂമിൽ കൊണ്ടുപോയി ഉറക്ക്. ഇങ്ങനെ കരയിക്കല്ലേ. ഹുറം ഇഷ്ടപ്പെടാത്തത് പോലെ പറയുന്നു. അവൾക്ക് ഗ്യാസ് കയറുന്നുണ്ട്, അതാണ് കരയുന്നത്. ഗുൽനിഹാൽ പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു. ഹുറം ഷെഹസാദ് മുഹമ്മദിനെ തലോടിയിട്ട് പറയുന്നു. എൻ്റെ പൊന്ന് ഷെഹസാദ്, സിംഹക്കുട്ടി, ഇബ്രാഹിം ഗ്രാൻഡ് വിസിയർ ആയിരിക്കുന്നു. അയാൾ കൂടുതൽ ശക്തനായി. നമ്മുടെ മനസമാധാനം ഇല്ലാതായി. ഇബ്രാഹിം ഷെഹസാദ് മുസ്തഫയും കൊണ്ട് വരുന്നു. ഷെഹസാദ്, നിനക്ക് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ വരാനാവില്ല. എനിക്ക് തലവേദനയാ, കണ്ണുവേദനയും എടുക്കുന്നു. ശരിക്കും? എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചു നേരം കളിക്കാം. അപ്പോൾ എല്ലാ വേദനയും പോകും. എനിക്കിപ്പോൾ കളിക്കണ്ട. അത് ശരി, നിനക്ക് ശരിക്കും വേദനയുണ്ടോ? ഷെഹസാദ് മുസ്തഫ തലയാട്ടി. ഫിസിഷ്യനെ വിളിക്കണോ? ഇബ്രാഹിം അവൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. ശരിയാണ്, നിനക്ക് പനിയുണ്ട്. മാഹിദേവ്രൻ സുൽത്താൻ അങ്ങോട്ട് വരുന്നു. മുസ്തഫ ഓടി ചെല്ലുന്നു. മുസ്തഫ, കുറച്ചു നേരം നിൽക്ക്. ഞാനൊന്ന് ഇബ്രാഹിമിനെ എൻ്റെ ആശംസകൾ അറിയിക്കട്ടെ. മാഹിദേവ്രൻ സുൽത്താൻ ഇബ്രാഹിമിനടുത്തേക്ക് ചെല്ലുന്നു. ഇബ്രാഹിം അവരെ കുമ്പിട്ടു. ഇബ്രാഹിം, നിങ്ങൾ ഈ സ്ഥാനത്തിന് എന്തുകൊണ്ടും അർഹനാണ്. അള്ളാഹു നിങ്ങളെ എന്നും അനുഗ്രഹിക്കട്ടെ. മാഹിദേവ്രൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പറയുന്നു. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ മറന്നു പോവല്ലേ ഇബ്രാഹിം? തീർച്ചയായും ഇല്ല സുൽത്താന, നിങ്ങൾ എൻ്റെ കുടുംബമാണ്. മാഹിദേവ്രൻ നന്ദിയോടെ തല കുമ്പിട്ടു. എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് സുൽത്താന. മാഹിദേവ്രൻ ഇബ്രാഹിമിനെ നോക്കുന്നു. ഹദീജ സുൽത്താന വിഷമിച്ചിരിക്കുന്നു. നിറയെ ഡ്രസ്സുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അങ്ങോട്ട് വന്ന ഗുൽഫാം ചോദിക്കുന്നു. ഇതെന്ത് സുൽത്താന, ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്? എനിക്കറിയില്ല ഗുൽഫാം, ഒന്നും ശ്രദ്ധിക്കാനാവുന്നില്ല. കരയണോ ചിരിക്കണോ ഒന്നും അറിയില്ല. വിഷമിക്കാതിരിക്കും സുൽത്താന. ഇബ്രാഹിം ഇപ്പോൾ ഗ്രാൻഡ് വിസിയർ ആയില്ലേ, അദ്ദേഹം ഒരു വഴി കണ്ടെത്തും. ഹുറാം അങ്ങോട്ട് കയറി വരുന്നു. അവരെ കുമ്പിട്ടു. അവളെ കണ്ട രണ്ടുപേരും താല്പര്യമില്ലാതെ നോക്കി. സുൽത്താന, ഇബ്രാഹിം ഗ്രാൻഡ് വിസിയർ ആയത് നിങ്ങൾ അറിഞ്ഞില്ലേ? എന്താണ് നിങ്ങൾക്ക് സന്തോഷമില്ലാത്തത്? ഞാൻ എന്തിനാ സന്തോഷിക്കുന്നത്? ഞാനിപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ തന്നെ വിവാഹം കഴിക്കും. ഹുറം ഹാത്തുൻ, ഹദീജ സുൽത്താന ഇപ്പോൾ ടൈലറിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഗുൽഫാം പറഞ്ഞു. സുൽത്താന, നിങ്ങൾ എൻ്റെ നല്ല ഫ്രണ്ടാണ്. നിങ്ങൾ ഇബ്രാഹിമിൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. ശരി, ഞാൻ പോണു സുൽത്താന. ഹുറം കുമ്പിട്ടിട്ട് പോയി. മാഹിദേവ്രൻ വാലിദ സുൽത്താനയുടെ റൂമിലേക്ക് വേഗത്തിൽ വരുന്നു. എന്തുപറ്റി മാഹിദേവ്രൻ ഇത്ര ധൃതിയിൽ? വാ, ഇവിടെ വന്നിരിക്കെ, വാലിദ സുൽത്താന പറഞ്ഞു. മാഹിദേവ്രൻ അടുത്തു വന്നിരുന്ന് പറയുന്നു. വാലിദ, ഒരു പ്രശ്നമുണ്ട്. എനിക്കറിയില്ല ഇതെങ്ങനെ പറയണമെന്ന്. എന്താണ്, പറയൂ. സലബി മുഹമ്മദിന് ക്ഷയരോഗമാണ്. വാലിദ സുൽത്താന ഞെട്ടിപ്പോയി. ക്ഷയരോഗമോ? ആര് പറഞ്ഞു? ഞാൻ മുസ്തഫയെ ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ പോയപ്പോൾ ഇബ്രാഹിമിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു ഈ വാർത്ത ആദ്യം വാലിദയെ അറിയിക്കണമെന്ന്. അയ്യോ, നമ്മൾ എന്തു ചെയ്യും? ദായ, ചീഫ് ഫിസിഷ്യനെ വിളിക്കുക. അദ്ദേഹം വന്ന് അയാളെ പരിശോധിക്കട്ടെ. ഹദീജ ഇപ്പോഴിതറിയണ്ട. ദായ ഹാത്തുൻ കുമ്പിട്ടിട്ട് പോകുന്നു. ഇബ്രാഹിം സുംബുലാഗിയോട് പറയുന്നു. ഹരത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി എന്നെ അറിയിക്കണം. ഞാൻ അറിയാതെ അവിടെ ഒന്നും നടക്കരുത്. തീർച്ചയായും പാഷ, സുംബുൽ കുമ്പിട്ടിട്ട് പറഞ്ഞു. വാലിദ സുൽത്താന പറഞ്ഞു ചീഫ് ഫിസിഷ്യനെ പീരിപ്പാഷയുടെ വീട്ടിലേക്ക് വിടാൻ. സലബി മുഹമ്മദിന് തീരെ വയ്യ, അദ്ദേഹത്തെ പരിശോധിക്കാനാണ്. ചീഫ് ഫിസിഷ്യനോട് പറയണം വളരെ നന്നായി പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യണമെന്ന്. അത് വിശദമായി എഴുതി അദ്ദേഹത്തിൻ്റെ സൈൻ ഇട്ട് തരണമെന്ന് പറയണം. എന്നിട്ട് ആ റിപ്പോർട്ട് എനിക്ക് കൊണ്ടുവന്ന് തരണം. ശരി, സുംബുൽ തലയാട്ടി. ചീഫ് ഫിസിഷ്യൻ മുഹമ്മദ് സലബിയെ പരിശോധിക്കുന്നു. എൻ്റെ മോൻ എങ്ങനെയുണ്ട്? എല്ലാം മാറിക്കോളുമോ? പീരിപ്പാഷ ചോദിച്ചു. ക്ഷമിക്കണം പാഷ, അദ്ദേഹത്തിൻ്റെ അസുഖം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ജലദോഷം വന്നാൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ചെറിയ ജലദോഷമല്ല പാഷ, മുഹമ്മദ് സലബിക്ക് ക്ഷയരോഗമാണ്. അത് കേട്ട് പീരിപ്പാഷ വിഷമത്തോടെ മോനെ നോക്കുന്നു. പീരിപ്പാഷ ഭാര്യയോട് ചോദിക്കുന്നു. നിനക്ക് ഈ രോഗത്തെപ്പറ്റി അറിയുമായിരുന്നോ? അവർ തല കുനിച്ചു. നീ എന്തുകൊണ്ടാണ് എന്നിൽ നിന്നത് മറച്ചു വെച്ചത്? ഇനി ഞാൻ ഇൻക്യാരത്തോട് എന്ത് പറയും? അവർ കരഞ്ഞുകൊണ്ട് നോക്കുന്നു. വാലിദയുടെ തെറ്റല്ല, ഞാനാണ് പറഞ്ഞത് ഇപ്പോൾ ബാബയോട് പറയണ്ടാന്ന്. ഇതറിഞ്ഞാൽ അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന പേടി കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിനക്ക് പ്രശ്നമൊന്നുമില്ല മോനെ, എല്ലാം മാറിക്കോളും. നീ പഴയതിൽ ഉഷാറായി വരും. ഫിസിഷ്യൻ പറഞ്ഞത് ഈർപ്പം അടിക്കുന്നത് കൊണ്ടാണ്. ശുദ്ധമായി ശ്വസിച്ചാൽ ശരിയായിക്കോളുമെന്ന്. നമുക്ക് എഡ്രനിൽ പോകാം. അവിടെ ചെന്നാൽ നിനക്ക് സുഖമാവും. ഇനി ഞാനും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, പീരിപ്പാഷ പറഞ്ഞു.